മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ജയിൽ മോചിതന് പത്തനംതിട്ട സെഷൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതോടെയാണ് രാഹുൽ പുറത്തിറങ്ങിയത്. അതിനിടെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ബലപ്രയോഗം നടന്നെങ്കിൽ അനുകൂല ഉത്തരവ് ഉണ്ടാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി 18 ദിവസത്തിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ജയിൽ മോചിതനാകുന്നത്. പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവ് വൈകിട്ട് 5:20 രാഹുലിന്റെ ബന്ധു മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തി കൈമാറി. 5:45 എം.എൽ.എ ജയിലിന് പുറത്തേക്ക്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രാഹുൽ പ്രതികരിച്ചില്ല. ചിരി മാത്രമായിരുന്നു മറുപടി. രാത്രി 7 മണിക്ക് മുൻപായി അടൂരിലെ വീട്ടിലെത്തി. വിദേശത്ത് സ്ഥിരതാമസമായ കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ 11-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാവുന്നത്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ യുവതിയെ കൊണ്ട് മുറിയടുപ്പിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഉഭയസമ്മതത്തോടെയായിരുന്നു ബന്ധമെന്നും പിന്നീടുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് പരാതിക്ക് കാരണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ബലാത്സംഗം നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളും ഹാജരാക്കി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിച്ചത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ പാടില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നുമുള്ള വ്യവസ്ഥകളോടെയാണ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 3 ലൈംഗിക പീഡന പരാതികളാണ് രാഹുലിനെതിരെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ആദ്യ പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയിരുന്നു. ഈ ഹർജി കോടതി വിധി പറയാൻ മാറ്റി. ബലപ്രയോഗം നടന്നെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്നും ഇന്ന് നടന്ന വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടി. 2ാം കേസിൽ സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. എന്നാൽ 3ാം കേസിൽ മുൻകൂർ ജാമ്യം തേടാൻ അവസരമൊരുക്കാതെ പോലീസ് പിടികൂടുകയായിരുന്നു. തുടർന്നാണ് 18 ദിവസം എം.എൽ.എ അഴിക്കുള്ളിലായത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.